Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേള എന്ന വിശേഷണമുള്ള കേരള സ്കൂൾ കലോത്സവം വർഷം തോറും അരങ്ങേറുമ്പോൾ അതിന്റെ നടത്തിപ്പും ആവശ്യകതയും വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നു. കലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന മഹനീയമായ ലക്ഷ്യം വഴിമാറി ഈ മേള അമിത മത്സരത്തിന്റെയും സാമ്പത്തിക ധൂർത്തിന്റെയും വിവാദങ്ങളുടെയും വേദിയായി മാറിയിരിക്കുകയാണിന്ന്. സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നീളുന്ന കലോത്സവ മത്സരങ്ങൾ കുട്ടികളുടെ അക്കാദമിക് ദിനങ്ങളെ പൂർണ്ണമായി അട്ടിമറിക്കുകയാണ്. മാസങ്ങളോളം നീളുന്ന പരിശീലനങ്ങളും മത്സരയാത്രകളും കാരണം അധ്യയന ദിനങ്ങൾ വ്യാപകമായി നഷ്ടപ്പെടുകയാണ്. ഒരുപറ്റം കുട്ടികളുടെ കലാവാസനയ്ക്കായി പഠന പ്രവർത്തനങ്ങൾ മുടങ്ങുന്നത് കലോത്സവത്തിൽ പങ്കെടുക്കാത്ത ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും അവകാശങ്ങളെയാണ് കവർന്നെടുക്കുന്നത്. പല മത്സരങ്ങൾക്കും വേണ്ടി വരുന്ന ഭീമമായ സാമ്പത്തിക ചെലവ് കലോത്സവത്തിന്റെ അടിസ്ഥാന ലക്ഷ്യത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഒരു മത്സരാർത്ഥിക്ക് മികച്ച പരിശീലനം, വേഷവിധാനം, മേക്കപ്പ്, യാത്രാ ചെലവ് എന്നിവയ്ക്കായി ലക്ഷങ്ങളാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. ഇത് സാധാരണക്കാരായ മികച്ച പ്രതിഭകളുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരവേദിയിൽ പ്രവേശിക്കുന്നതിന് വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നത്. ഫലത്തിൽ കലോത്സവം സാമ്പത്തിക ശേഷിയുള്ളവരുടെ ഷോ ഓഫ് വേദിയായി മാറുകയാണ്. സർക്കാർ ഖജനാവിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും കലോത്സവം സംഘടിപ്പിക്കുവാൻ ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ധൂർത്ത് ഈ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ കൂടുതൽ ആവശ്യമുള്ള മേഖലകളിലേക്ക് വഴിതിരിച്ച് വിടുകയാണ് വേണ്ടത്. കലോത്സവത്തിന്റെ ഏറ്റവും വലിയ ശാപം വിധി നിർണയത്തിലെ സുതാര്യതയില്ലായ്മയും വ്യാപകമായ കോഴ ആരോപണങ്ങളുമാണ്. വിധികർത്താക്കൾക്കെതിരെയുള്ള കോഴ ആരോപണങ്ങൾ, മത്സരങ്ങൾ കോടതി കയറുന്നത്, സ്വർണ്ണക്കപ്പിനായുള്ള സ്കൂളുകൾ തമ്മിലുള്ള അധാർമിക മത്സരം എന്നിവ കലോത്സവത്തെ കോഴക്കളമാക്കി മാറ്റിയിരിക്കുകയാണിപ്പോൾ. ഈ അനാരോഗ്യകരമായ അന്തരീക്ഷം കൗമാരക്കാരായ കുട്ടികളുടെ മാനസിക നിലയെയും ധാർമ്മിക ബോധത്തെയും മോശമായി ബാധിക്കുകയാണ്. കലാപരമായ വളർച്ചയേക്കാൾ വിജയത്തിനു വേണ്ടി എന്ത് അവിഹിത മാർഗവും സ്വീകരിക്കാമെന്ന സന്ദേശമാണ് ഇവിടെ നൽകപ്പെടുന്നത്. മത്സരങ്ങളിൽ സമ്മാനം നേടുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷവും പിന്നീട് കലാരംഗത്ത് സജീവമായി തുടരുന്നില്ല എന്നത് ഒരു തുറന്ന അധ്യായമാണ്. എൻട്രൻസ് പരീക്ഷകൾക്കും മറ്റും ഗ്രേസ് മാർക്ക് നേടുന്നതിനോ ഒരു ഹ്രസ്വകാല പ്രശസ്തിക്കോ വേണ്ടി മാത്രമായി ഈ മേള ഉപയോഗിക്കപ്പെടുന്നു. കലയോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെക്കാൾ അക്കാദമിക ലാഭമാണ് ഇവിടെ പ്രധാനമാകുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിൽ കലോത്സവങ്ങൾക്ക് ഒരു ചരിത്രപരമായ പങ്കുണ്ട് എന്ന വസ്തുത നിലനിൽക്കെ തന്നെ ഇപ്പോഴുള്ള ഈ ദുരവസ്ഥ തുടരാൻ അനുവദിക്കരുത്. അധ്യയന ദിനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ അവധിക്കാലങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ സമയക്രമത്തിൽ പുനഃക്രമീകരണം നടത്താവുന്നതാണ്. മത്സര ഇനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് ഗുണമേന്മയുള്ള അവതരണത്തിന് പ്രാധാന്യം നൽകുന്ന കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം വിധി നിർണയം പൂർണ്ണമായും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുതാര്യമാക്കുകയും സാമ്പത്തിക ഭാരമില്ലാത്ത തരത്തിൽ പരിശീലന സൗകര്യങ്ങൾ സ്കൂളുകളിൽ തന്നെ സർക്കാർ തലത്തിൽ ഒരുക്കുകയും വേണം. ഈ സമൂലമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കേരള സ്കൂൾ കലോത്സവം കലയുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയുള്ള ഒരു വേദിയല്ലെന്നും മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ ധൂർത്തും അക്കാദമിക തകർച്ചയും സമ്മാനിക്കുന്ന ഒരു അനാവശ്യ ഭാരമാണെന്നും വിലയിരുത്തേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മരിച്ച ഫുട്ബോൾ താരം മതിയടത്തെ KV നീരജിന് നാട് വിട നൽകി. മികച്ച ഗോൾ കീപ്പർ കൂടിയായിരുന്ന നീരജിന്റെ വിയോഗം നാടിനെ കണ്ണീരിലാഴ്ത്തി. മണ്ടൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് ഫുട്ബോൾ താരം അതിയടം മണ്ടിയൻ ഹൗസിലെ KV നീരജ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 6:45 അപകടം. പഴയങ്ങാടി ഭാഗത്തു നിന്നും പിലാത്തറ ഭാഗത്തേക്ക് പോകുന്ന നീരജ് ഓടിച്ചിരുന്ന സ്കൂട്ടറും പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ നീരജിനെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ചൊവ്വാഴ്ച രാവിലെ 12 മണിയോടെ അതിയടം EMS വായനശാലയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. വളർന്നുവരുന്ന ഫുട്ബോൾ താരമായിരുന്നു നീരജ്. എരിപുരം സ്പോർട്സ് അക്കാദമിക്ക് വേണ്ടി നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നീരജിന്റെ മരണത്തിൽ സ്പോർട്സ് അക്കാദമി ദുഃഖം രേഖപ്പെടുത്തി.
ഉച്ചയ്ക്ക് 2 മണിയോടെ അതിയടം പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഇന്ത്യൻ കോഫി ഹൗസ് ജീവനക്കാരനാണ് നീരജ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അപകടക്കുഴികൾ നിറഞ്ഞ് കമ്പികൾ പുറംതള്ളി താവം റെയിൽവേ മേൽപ്പാലം. പാലത്തിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. പാലത്തിന്റെ കുഴികൾ അടച്ച് ഗതാഗതം സുഗമമാക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തുടക്കം മുതലേ ഏറെ അപാകതകൾ നിറഞ്ഞതായിരുന്നു താവം റെയിൽവേ മേൽപ്പാലം. പാലാരിവട്ടം പാലം നിർമ്മിച്ച അതേ കമ്പനി തന്നെയാണ് KSTP റോഡിലെ താവം മേൽപ്പാലവും നിർമ്മിച്ചത്. അഴിമതിയുടെയും അശാസ്ത്രീയതയുടെയും നേർസാക്ഷ്യമാണ് ഈ പാലം. കുഴികൾ നിറഞ്ഞ പാലത്തിലൂടെയുള്ള യാത്ര ഏറെ അപകടം നിറഞ്ഞതാണ്. ദിനവും നിരവധി യാത്രക്കാരാണ് പാലത്തിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റിരുന്നു. പാലത്തിൽ കുഴികൾ ഉണ്ടാകുമ്പോൾ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് പ്രവൃത്തി നടത്തിയ ഉടനെ വീണ്ടും പൊട്ടിപ്പൊളിയുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പാലത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതിപ്പോ രാത്രിയെല്ലാം പോകുന്ന എത്ര വണ്ടി ഇവിടെ ബ്ലോക്കായി കിടക്കുന്നറിയോ? ഇവിടെ അധികം വണ്ടി വന്നിട്ട് ടയർ പൊട്ടിയിട്ടും ഇതായിട്ട് ഇതിനെ ഇത് കമ്പിയുണ്ട പുറത്ത് വീണിട്ട് ഇത് വല്ലാത്തൊരവസ്ഥ. ഇതിപ്പോ ഇങ്ങനെ പോയാൽ എന്താ ചെയ്യും? വണ്ടിയിലും ഇതിന്റെ മുകളിൽ ഇങ്ങനെ യാത്ര ചെയ്യുക നമ്മൾ വാഹനം കൊണ്ട്. ഇതെന്ന് വെച്ചാൽ വളരെ ഗുരുതരമായ വീഴ്ചയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ സംഭവം. ഇതെന്ന് വെച്ചാൽ പിന്നെ ഇത് നമ്മൾ പ്രവാസിയാണ്, എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇതേ അവസ്ഥ ഇവിടെ കാണുന്നതാണ്. എപ്പം നമ്മളെല്ലാ ദിവസം വരുമ്പോൾ കാണുന്ന പരിപാടി ഇതാണ്. ഇതിനിടയ്ക്ക് നമ്മൾ വന്നേരം വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നമ്മളെ വണ്ടി ഇവിടെ താന്നുപോയി. പാലത്തിന്റെ കുഴികൾ അടച്ച് ഗതാഗതം സുഗമമാക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വാദ്യോപകരണങ്ങളായ തുടി, പറ എന്നിവയുടെയും ചെണ്ടക്കോലിന്റെയും നിർമ്മാണത്തിൽ തന്റെ പാരമ്പര്യം തുടരുകയാണ് പയ്യന്നൂരിലെ നാരായണൻ. തലമുറകളായി കൈമാറി കിട്ടിയ ഈ കൈപ്പണി വിസ്മൃതിയിലാവാതെ കാത്തുസൂക്ഷിച്ച് ഇപ്പോഴും ഈ മേഖലയിൽ സജീവമാണ് നാരായണൻ. ഇത് പയ്യന്നൂരുകാരനായ നാരായണേട്ടൻ തുടിയുണ്ടാക്കുന്ന തിരക്കിലാണ്. വാദ്യോപകരണ നിർമ്മാണത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയിരിക്കുകയാണ് പയ്യന്നൂർ സ്വദേശിയായ നാരായണൻ. തുടി, പറ തുടങ്ങിയ വാദ്യോപകരണങ്ങളും ചെണ്ടയുടെ കോലുകളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ് ഇദ്ദേഹം. പാരമ്പര്യമായി ഈ ജോലി ചെയ്തു വരുന്ന നാരായണൻ കാലം മാറിയിട്ടും തന്റെ തൊഴിലിന് മാറ്റം വരുത്താതെ മുന്നോട്ടു പോവുകയാണ് ഇപ്പോഴും. ഞാനൊരു 10-40 വർഷമായി ഇതിൻ്റെ പണിയാണ് നടക്കുന്നത്. ഇത് അധികവും മറ്റേ ഇതിനാണ് നമ്മളെ തെയ്യത്തിൻ്റെ തന്നെയാണ് അധികവും. പിന്നെ ഈ നാടൻ പാട്ടുകാരില്ലേ, അവർക്കും ആക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് പോലും നിരവധി കലാകാരന്മാരാണ് നാരായണനെ തേടി എത്തുന്നത്. തെയ്യം, നാടൻപാട്ട് എന്നിവയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഈ ഉപകരണങ്ങൾക്ക് കാലപ്പഴക്കം ചെല്ലുന്തോറും കൂടുതൽ മികവ് നൽകാൻ ഇദ്ദേഹത്തിന്റെ കരവിരുതിന് സാധിക്കുന്നു. ഇത് പറ, ഇതെല്ലാം നമ്മൾ ഈ ചട്ടകളില്ലേ, ഇതെല്ലാം കൊത്തിക്കൊണ്ടിരണം. ഇച്ചൽ പറഞ്ഞൊരു സംഭവമാണ്. മരമല്ല, ഓരോ വള്ളി കണക്കത്തെയാണ്. അത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ചെത്തി കാച്ചിട്ട് വേണം വളക്കണമെങ്കിൽ. വളച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഇതിൻ്റെ തോലുതെല്ലാം ഇട്ടിട്ട് ഇതാക്കണം. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഇത് 2 ഉണ്ടാക്കുമ്പോൾ 2 സൈഡ് ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 ദിവസം അങ്ങനെ പണിയും. എന്താ പറയുക, ഒരു ദിവസം ഇതിനെ വളക്കലും, ഒരു ദിവസം മറ്റേ കൊണ്ടുവന്നിട്ട് ഉണക്കി തോല് ഇതെല്ലാം ഉണക്കി പിന്നെ ഇതെല്ലാം പണിയെടുക്കാനും 2-3 ദിവസം പണി അങ്ങനെ പിടിക്കും. പിന്നെ ഇതിൻ്റെ അടിയായാലും പിന്നെ പോളിഷ്, മറ്റേ കയറ് ഇതെല്ലാം ആക്കണ്ട. ശബ്ദങ്ങളെല്ലാം ശരിയായി കൊടുക്കണം. ഇത് ശബ്ദമായിട്ടില്ല, ഇതങ്ങനെ വെച്ചതിന് മാത്രമല്ല, ലേശം കൂടെ വലിച്ച് മൂപ്പിച്ചിട്ട് ഇതാക്കണം സംഭവമല്ലോ. മാടായിക്കാവലും മറ്റേ പൂരത്തിന് അവർക്കാണ് പൂരം കുളിച്ച് വരുമ്പോൾ, ബടുകുന്ന് ക്ഷേത്രത്തിൽ പൂരം കുളിച്ച് വരുമ്പോൾ ആടിയിലെ പൊള്ളാചാരക്കാരുണ്ട് മാട്ടൂലയിലെ, അവരിത് കൊട്ടണം. ഒരു തെയ്യം കലാകാരനായിരുന്ന ഇദ്ദേഹം ഇപ്പോൾ തെയ്യം കെട്ടിൽ നിന്നും മാറി വാദ്യകലയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.
വാദ്യോപകരണങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല അവയുടെ താളമറിഞ്ഞ് ഉപയോഗിക്കുന്നതിലും ഇദ്ദേഹത്തിന് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. പട്ടും വളയും ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങളും നാരായണൻ നേടിയിട്ടുണ്ട്. ഈ അംഗീകാരങ്ങൾ ഇദ്ദേഹത്തിന്റെ കരവിരുതിനും കലാപരമായ അറിവിനും ലഭിച്ച വലിയ അംഗീകാരമായാണ് കണക്കാക്കുന്നത്. പഴയ തലമുറയുടെ അധ്വാനത്തിന്റെയും കലയോടുള്ള സമർപ്പണത്തിന്റെയും ജീവിക്കുന്ന ഉദാഹരണമാണ് നാരായണൻ. മാടായിക്കാവിലെ കൂട്ടത്തിന് അല്ല മാടായിക്കാവിലെ കൂട്ടുന്ന തെയ്യം തെയ്യത്തിൻ്റെ അവർക്കെല്ലാം ഉണ്ട്. അവർക്കും ഒരു 3 4 കൊടുത്തില്ല. ഏറ്റവും അധികം തകിലുള്ളത് ഇവിടെയാണ്. ഇവിടെ നമ്മളെ തെരുവിലില്ലേ അഷ്ടമച്ചാൽ ആടെ 4-5 തകലില് കഴിഞ്ഞ ഇപ്രാവശ്യം എല്ലാം കൂടി 5 തകലാമത്തെ കൊടുത്തു. 5 വട്ടം വലിയ വട്ടം. ഈ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് പിന്നിലെ സൂക്ഷ്മമായ അറിവും കഠിനാധ്വാനവും വരും തലമുറയിലേക്ക് കൈമാറാനുള്ള ശ്രമത്തിലാണ് ഈ കലാകാരൻ. വാദ്യോപകരണങ്ങളുടെ ലോകത്ത് നാരായണന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഉപകരണങ്ങൾക്ക് എന്നും പ്രത്യേക സ്ഥാനം തന്നെയുണ്ടാകും. മലബാറിൽ 10ാം ഉദയം തുടങ്ങുമ്പോഴാണ് തെയ്യക്കാലത്തിന് തുടക്കമാവുക. അണിയലങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ തുടിയിലും തിരക്കിലാണ് നാരായണേട്ടൻ. ക്യാമറാമാൻ അഗ്നിവേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ക്ഷേത്രകലാ അവാർഡ് വിതരണത്തിന് മുന്നോടിയായി പിലാത്തറയിൽ വിളംബര വാദ്യയാത്ര സംഘടിപ്പിച്ചു. വാദ്യയാത്രയുടെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും എം വിജിൻ MLA നിർവഹിച്ചു. ക്ഷേത്രകലാ അക്കാദമിയുടെ ക്ഷേത്രകലാ അവാർഡ് വിതരണത്തിന് മുന്നോടിയായി വിളംബര വാദ്യയാത്ര സംഘടിപ്പിച്ചു. പിലാത്തറയിൽ നടന്ന വാദ്യയാത്രയുടെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും എം വിജിൻ MLA നിർവഹിച്ചു. കേരളത്തിന്റെ ക്ഷേത്രകലാരംഗത്തും സംഗീത രംഗത്തും നൃത്തരംഗത്തും പ്രതിഭകളെ 56ഓളം വരുന്നവരെ അനുമോദിക്കുന്ന ഒരു വലിയ ചടങ്ങാണ് 30-ാം തീയതി മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. കൃഷ്ണൻ നടുവലത്ത് അധ്യക്ഷത വഹിച്ചു. രാജേഷ് കടന്നപ്പള്ളി, VV ചന്ദ്രശേഖരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മണ്ടൂർ, അമ്പല റോഡ്, കുഞ്ഞിമംഗലം, അടുത്തില, എരിപുരം, നെരുവമ്പുറം, പഴയങ്ങാടി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം വൈകുന്നേരത്തോടെ വിളംബരയാത്ര ചെറുകുന്നത്തറയിൽ സമാപിച്ചു. ഒക്ടോബർ 30 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്ഷേത്രകലാ അവാർഡ് വിതരണം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കോറോം രക്തസാക്ഷി സ്മാരക ഗ്രന്ഥാലയത്തിന്റെയും കലാസാംസ്കാരിക വേദിയുടെയും മ്യൂസിക് ക്ലബിന്റെയും നേതൃത്വത്തിൽ വയലാർ അനുസ്മരണം നടത്തി. സംഗീത സംവിധായകൻ കക്കുന്നം പത്മനാഭൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വയലാർ അനുസ്മരണ ദിനാചരണ ഭാഗമായി കോറോം ഗ്രാമത്തിലെ വ്യത്യസ്ത പ്രായത്തിലുള്ള 15-ൽ പരം ഗായകർ വയലാർ രാമവർമ്മ രചിച്ച സിനിമാ ഗാനങ്ങളും കവിതകളും നാടക ഗാനങ്ങളും അവതരിപ്പിച്ചു. അനുസ്മരണ പരിപാടി സംഗീത സംവിധായകൻ കക്കുന്നം പത്മനാഭൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഒരു നിശബ്ദത പോലും നിശബ്ദമായിരിക്കുന്ന ഒരു അന്തരീക്ഷം. വന്നവർ 4 കെട്ടിൽ തങ്ങി നിന്നുപോയി ഞാൻ നിഴലുകൾ മാത്തിരി. ഇന്നിപ്പോ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊരു ഞെട്ടൽ, പെട്ടെന്നൊരു ഫോൺ വിളി വരും, ഇന്നാള് മരിച്ചു. ഉടനെ ചോദിക്കുന്ന ചോദ്യം, എത്ര മണിക്കാ എടുക്കുക? കാരണം ആ എടുക്കുന്ന സമയത്തിന് 5 മിനിറ്റ് മുമ്പ്. ഇങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. രക്തസാക്ഷി ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് ശങ്കരൻ കോറോം അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക വേദി സെക്രട്ടറി KM ശ്രീകുമാർ മാസ്റ്റർ, മ്യൂസിക് ക്ലബ്ബ് പ്രസിഡന്റ് VKB ഗീത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രായം 77 കഴിഞ്ഞിട്ടും ആവേശം കൈവിടാതെ പയ്യന്നൂരിലെ കായിക പ്രേമികളുടെ പ്രിയ ഓൾറൗണ്ടർ AK. 3 പതിറ്റാണ്ട് ട്രാക്കിലും ഫീൽഡിലും ഫുട്ബോൾ, വോളി, ഷട്ടിൽ കോർട്ടുകളിലും നിറഞ്ഞു നിന്നിരുന്നു AK ഉണ്ണികൃഷ്ണൻ. കായിക പ്രേമികളുടെ ഹരമായിരുന്ന ഒരു മനുഷ്യനുണ്ട് പയ്യന്നൂരിൽ. 3 പതിറ്റാണ്ട് ട്രാക്കിലും ഫീൽഡിലും ഫുട്ബോൾ, വോളി, ഷട്ടിൽ കോർട്ടുകളിലും നിറഞ്ഞു നിന്നിരുന്ന AK എന്ന് വിളിപ്പേരുള്ള പയ്യന്നൂരുകാരുടെ AK ഉണ്ണികൃഷ്ണൻ. ഇതുവരെയുള്ള ഒരു ജീവിതകഥ എങ്ങനെയാന്ന് പറഞ്ഞു. ജീവിതകഥ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ ആയിക്കോട്ടെ. അത് തുടങ്ങിയതിലൊന്ന് പറഞ്ഞാൽ മതിയല്ല കാര്യം. ഞാൻ 1963-66 കാലഘട്ടങ്ങളിൽ
ഗവൺമെൻറ് ഹൈസ്കൂൾ, അന്ന് ഹൈസ്കൂളാണ്, ഇപ്പം ബോയ്സ് ഹൈസ്കൂളാണ്, അന്ന് ഇപ്പം ലേഡീസ് മാറിയാണ്. അപ്പോൾ ഹൈസ്കൂളിൽ പഠിച്ച കാലത്തൊട്ട് തന്നെ ഈ സ്പോർട്സ് രംഗത്തേക്ക് പ്രവേശിച്ചു. 8ാം ക്ലാസ് മുതൽ കളിക്കുന്നത്. ഫുട്ബോളെല്ലാം 8ാം ക്ലാസ്, പിന്നെ ഹോക്കിയെല്ലാം പിന്നീട് കുറച്ച് ബോൾ ബാഡ്മിൻ്റൺ അതെല്ലാം ആ കാലഘട്ടങ്ങളിൽ തുടങ്ങി. പിന്നെ അടുത്ത കൊല്ലമാകുമ്പോൾ പിന്നെ കുറച്ചും കൂടി എൻകറേജ് ആയിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ഒരു മാഷ് വന്നു, ഒരു അബ്രഹാം പറഞ്ഞ ചങ്ങനാശ്ശേരിക്കാരൻ. അയാളിവിടെ സയൻസ് എടുക്കുന്ന മാഷാണ്. പക്ഷെ അയാൾ എൻ്റെ ടാലൻ്റൊക്കെ കണ്ടിട്ട് എൻ്റെ കൂടെ വൈകുന്നേരം ഗ്രൗണ്ടിൽ വന്നിട്ട് എന്നോടൊരു ഉണ്ണി, ഞാനൊരു പോളുവോൾട്ട് ഒരു ഹൈറ്റ് വെക്കാം, അത് ഉണ്ണി കവർ ചെയ്യണം, ഞാൻ കവർ ചെയ്തതിനെക്കാട്ടി കവർ ചെയ്യണം, എന്നാലും ഇന്ന് ചായ എൻ്റെ വെക്കാം, അങ്ങനെ പറയും. അത് ചില കുട്ടികളൊക്കെ അങ്ങനെ പറയും. ഞാനത് അങ്ങനെ കവർ ചെയ്യും, അങ്ങനെ ആ വാശി പിടിച്ചിട്ട് കവർ ചെയ്യും. അങ്ങനെ ലോങ് ജമ്പ് ഇതെല്ലാം അയാൾക്കില്ലാതെ, എനിക്കും അതെല്ലാം ഇല്ല, എല്ലാം ഓൾ റൗണ്ട് സ്പോർട്സ്മാൻ. അതാണ് AK എന്ന് പറഞ്ഞത്. AK എന്ന് മാത്രമേ അറിയുള്ളൂ. ആര് പറഞ്ഞാലും AK ഉണ്ടോ കളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കളി കാണാൻ നോക്കും, ഇല്ലെങ്കിൽ കാണുന്നില്ല പറയും. അങ്ങനെയൊക്കെ ഇല്ലേ. അങ്ങനെ കളിച്ച് SLC വരെ ഇതായി ഇവിടെ പഠിച്ചു. പിന്നെ പയ്യന്നൂർ കോളേജിൽ പഠിച്ചു. ഈ കളിക്കുന്നത് നിർത്തിയത് എപ്പോഴാണ്? നിർത്തിയത് അതായത് എൻ്റെ 35-ാം വയസ്സ്, 49, 59, 69, 85 ഞാൻ ഈ കളിയെല്ലാം വിട്ടു, എല്ലാം നിർത്തി. ഒറ്റൊന്നും ഒഴിക്കുക, ഷട്ടിൽ ഞാൻ 55-60 വയസ്സ് വരെ ഞങ്ങൾ വീഡിയോയിൽ ഒരുപാട് കുട്ടികളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിലവിലെ ശാരീരിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കളി കൊണ്ട് പറ്റി തന്നെയാണ്. നട്ടലിന് പ്രശ്നം വന്നു, ഈ ഇങ്ങനെ കുത്തനെ വീണ് പോയതുകൊണ്ട് നട്ടല് ഫ്രാക്ചർ വന്നു, അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പോൾ അതിലിപ്പോൾ കുറച്ച് വ്യത്യാസം. മംഗലാപുരത്ത് ശാന്താറാം ഷെട്ടി പറഞ്ഞ ഡോക്ടറെ കാണിച്ചു. അതായത് നടക്കാനും ബുദ്ധിമുട്ട്, അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. പ്രായം 77 പിന്നിട്ടെങ്കിലും പയ്യന്നൂരിലെ കായിക പ്രേമികളുടെ ഓൾറൗണ്ടറുടെ മനസ്സിൽ ഇപ്പോഴും സഹപാഠികളുടെ അപ്പപ്പ എന്ന ആർപ്പുവിളികളാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 1 മുതൽ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ പ്രചരണ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ കേന്ദ്രങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ചീമേനിയിൽ നിന്നും ആരംഭിച്ച് ചെറുവത്തൂരിൽ സമാപിച്ചു. 6 ദിവസങ്ങളിലായി കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് പ്രചാരണ മുന്നേറ്റം. 35 വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ടീം വിവിധ ടൗണുകളിലും ഗ്രാമങ്ങളിലുമാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ചീമേനി, തൃക്കരിപ്പൂർ, വലിയ പറമ്പ്, പടന്ന, പിലിക്കോട് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ച് ചെറുവത്തൂരിൽ സമാപിച്ചു. കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ, തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, ചന്ദേര SI K രാമചന്ദ്രൻ, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV സജീവൻ, PV മുഹമ്മദ് അസ്ലം, PP പ്രസന്നകുമാരി, CV പ്രമീള, കലോത്സവ പ്രചരണ കമ്മിറ്റി ചെയർമാൻ CV ഗിരീശൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയർമാൻ പ്രകാശൻ മുണ്ടക്കയം തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പറവൂർ ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. M. വിജിൻ MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പറവൂർ ബഡ്സ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. M. വിജിൻ MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി 15 ലക്ഷത്തിലധികം രൂപയാണ് ഈ ബഡ്സ് സ്കൂളിൻ്റെ ഈ നവീകരണത്തിനായി മാറ്റിവെച്ചത്. ജില്ലാ മിഷൻ വഴി നമ്മുടെ ഗവൺമെൻറ് 25 ലക്ഷം രൂപ കൂടി നൽകുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 40 ലക്ഷം രൂപ ഈ ഭരണസമിതിയുടെ കാലത്ത് മാത്രം ഈ ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനത്തിനായിട്ട് മാറ്റിവെക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതി ഇതിൻ്റെ 1ാം ഘട്ടം അത് വളരെ മനോഹരമായി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തതുമാണ്. ഇതിനകത്തെ സൗകര്യങ്ങൾ ഞങ്ങളെല്ലാം കയറി കണ്ടിട്ടുണ്ടാകും. അതിവിപുലമാണ്. കിച്ചൺ ഉൾപ്പെടെ അതിമനോഹരവും സൗകര്യപ്രദവുമായിട്ടാണ് ബഡ്സ് സ്കൂൾ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ റോഡിലൂടെ പോകുമ്പോൾ കണ്ടാൽ ഇത്ര വിശാലത നമുക്ക് പുറത്തുനിന്ന് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഉള്ളിൽ അതിമനോഹരമായ സൗകര്യങ്ങളുണ്ട്. മികവാർന്ന നിലയിൽ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ മോഹനൻ, ഷീജ കൈപ്രത്ത്, കെ പത്മനാഭൻ, പി പ്രതാപ്, വിജിത് കെ, പി പ്രകാശൻ, എം പി ഉണ്ണികൃഷ്ണൻ, ടി രാജൻ, കെ ആലിക്കുഞ്ഞി ഹാജി, സജിത പി കെ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ഷിബു കരുൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുന്ന പാണപ്പുഴയിലെ തെയ്യം കലാകാരന് സഹായവുമായി ക്ഷേത്ര കമ്മിറ്റി. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തെയ്യം കലാകാരൻ പത്മനാഭൻ കുണ്ടോറാനാണ് പാണപ്പുഴ ഉറവങ്കര ഭഗവതി ക്ഷേത്ര കമ്മിറ്റി സഹായധനം കൈമാറിയത്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തെയ്യം കലാകാരൻ പത്മനാഭൻ കുണ്ടോറാന് കൈത്താങ്ങായി പാണപ്പുഴ ഉറവങ്കര ഭഗവതി ക്ഷേത്ര കമ്മിറ്റി. കുണ്ടോറ ചാമുണ്ടി കെട്ടിയാടിയ പത്മനാഭന് കുണ്ടോറാൻ പദവി നൽകിയത് ഉറവങ്കര ക്ഷേത്രത്തിൽ വച്ചാണ്. മികച്ച കലാപ്രവർത്തകൻ കൂടിയായ പത്മനാഭൻ നാടകങ്ങളും നൃത്തവുമെല്ലാം നാട്ടിലെ യുവാക്കളെയും കുട്ടികളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമുകൾ ഉൾപ്പെടെ പത്മനാഭന്റേതായുണ്ട്. മാരകരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ പത്മനാഭനെ സഹായിക്കാൻ ചികിത്സാ സഹായ കമ്മിറ്റിയെ രൂപീകരിച്ച് നാട്ടുകാർ മുന്നോട്ടു പോകുമ്പോഴാണ് ക്ഷേത്ര കമ്മിറ്റിയും തങ്ങളാലാകുന്ന സഹായവുമായി മുന്നോട്ടു വന്നത്. ക്ഷേത്രനടയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വച്ച് ക്ഷേത്രത്തിലെ പ്രധാന വെളിച്ചപ്പാടനായ ചന്ദ്രൻ വെളിച്ചപ്പാടൻ സഹായധനം ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ രമേശൻ ഹരിതയ്ക്ക് കൈമാറി. കണ്ണൻ വെളിച്ചപ്പാടൻ, എം മോഹനൻ, എം സജീവൻ, പി രഞ്ജിത് കുമാർ, ടി വി രഞ്ജിത്ത്, വി ബാബു, ടി ഷാജി, ടി വി വിജയൻ, സന്ദീപ് പാണപ്പുഴ, ഷൈജു കെ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തീർച്ചയായും ഈ നാട്ടുകാരെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിലെ രാമന്തളി മൊട്ടക്കുന്ന് പുഞ്ചിരിമുക്ക് അംഗനവാടിയിൽ രക്ഷിതാക്കൾക്ക് കൂൺ കൃഷി പരിശീലനം നൽകി. വാർഡ് മെമ്പർ അബ്ദുൾ അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ മൊട്ടക്കുന്ന് സെക്കൻഡ് പുഞ്ചിരിമുക്ക് അംഗനവാടിയിൽ രക്ഷിതാക്കൾക്ക് കൂൺ കൃഷിയിൽ പരിശീലനം നൽകി. വാർഡ് മെമ്പർ അബ്ദുൾ അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷക സാജിദ, സുഹ്ര NCP എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. അംഗനവാടി കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ കൂൺ നൽകുന്നതിലേക്ക് വിത്തും പെല്ലറ്റും ജൈവ കർഷകൻ അഷറഫ് AMB നൽകി. അംഗനവാടി ടീച്ചർ O വിമല, ഹെൽപ്പർ രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു. KSRTC പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് ചെറുപുഴ വഴി ബംഗളൂരുവിലേക്ക് സ്വിഫ്റ്റ് ഗരുഡ AC സെമി സ്ലീപ്പർ ബസ് സർവീസ് ആരംഭിച്ചു. ടി മധുസൂദനൻ MLA ആദ്യ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. KSRTC പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് ചെറുപുഴ വഴി ബാംഗ്ലൂരിലേക്ക് സ്വിഫ്റ്റ് ഗരുഡ AC സെമി സ്ലീപ്പർ ബസ് സർവീസ് ആരംഭിച്ചു. ടി മധുസൂദനൻ MLA ആദ്യ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ചെറുപുഴ വഴി നല്ല നിലയ്ക്ക് യാത്രക്കാരെ ആശ്രയിച്ചു വരുന്ന ഒരു യാത്രാ സംവിധാനമാണത്. ഇതുവരെ ഉണ്ടായിരുന്ന ബസ്സിന് പകരം കുറേ കൂടി സൗകര്യപ്രദമായിട്ടുള്ളൊരു ബസ്സാണ് ഇന്നു മുതൽ ഇവിടെ നിന്ന് സർവീസ് ആരംഭിക്കുന്നത്. ദിവസേന വൈകിട്ട് 6-ന് പെരുമ്പാടി ഡിപ്പോയിൽ നിന്ന് സർവീസ് തുടങ്ങുന്ന ബസ് അടുത്ത ദിവസം പുലർച്ചെ 3:35-ന് ബാംഗ്ലൂരിലെത്തും. തിരിച്ച് അന്നേ ദിവസം രാത്രി 8:20-ന് ബാംഗ്ലൂരു ശാന്തിനഗർ BMTC ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ബസ് പിറ്റേ ദിവസം രാവിലെ 4:55-ന് പയ്യന്നൂരിൽ തിരികെ എത്തും. 920 രൂപയാണ് ചാർജ്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ KSRTC ജീവനക്കാരും യാത്രക്കാരും നാട്ടുകാരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം വയലപ്ര അണിയക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ 10ാം ഉദയത്തോടനുബന്ധിച്ച് ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു. നിരവധി സ്ത്രീകൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായി. വയലപ്ര കൊവ്വൽ ഊർക്കഴകം, വെങ്ങര ഊർക്കഴകം പ്രദേശത്തുള്ള നിരവധി സ്ത്രീകൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായി. ക്ഷേത്രം തിരുമുറ്റത്ത് നടന്ന ചടങ്ങിനെ ക്ഷേത്രം അന്തിത്തിരിയന്മാർ, ക്ഷേത്രം സമുദായിമാർ, ഊർക്കഴകം കാരണവന്മാർ, കൂട്ടായിക്കാർ, ഊർക്കഴകം ബാല്യക്കാർ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഈ ചടങ്ങ് ഈ ക്ഷേത്ര മുറ്റത്ത് നടക്കുകയാണ്. വർഷത്തിലെല്ലാ ദിവസവും പുരുഷന്മാരാണ് ദേവിക്ക് നിവേദ്യം അർപ്പിക്കുന്നത്. ഇന്ന് ഈ പൊങ്കാല ദിനത്തിൽ സ്ത്രീകൾ ദേവിക്ക് നിവേദ്യം സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. സ്ത്രീകൾ വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്രസന്നിധിയിലെത്തി പൊങ്കാല സമർപ്പിക്കുന്നു.
കലങ്കനിപ്പ് എന്ന ഈ ചടങ്ങ് ഇവിടെ വൻ പങ്കാളിത്തത്തോടുകൂടി ഈ വർഷവും നടന്നിരിക്കുക. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാമജപ പ്രതിഷേധ യാത്ര സംഘടിപ്പിച്ചു. പയ്യന്നൂർ മാരാർജി ഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ യാത്ര പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നാമജപ പ്രതിഷേധയാത്ര പയ്യന്നൂർ മാരാർജി ഭവനിൽ നിന്നും ആരംഭിച്ച് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് K. ശ്രീനാഥ്, യുവമോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി യോഗിത് പങ്കടം, SC മോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി സുജിത് കേളോത്ത്, ധനീഷ് കണിയൻകുന്ന്, അഭിലാഷ് ചീറ്റ, ബിജു പുഞ്ചക്കാട്, മിഥുൻ C. നായനാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി നന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് മേഖലാ സെക്രട്ടറി പനക്കീൽ ബാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മോഹനൻ കുഞ്ഞിമംഗലം, PV ബാലകൃഷ്ണൻ, KC രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. SYS പയ്യന്നൂർ സോൺ സംഘടിപ്പിച്ച സ്നേഹലോകം പ്രവാചക പഠന ക്ലാസ് പയ്യന്നൂർ പെരുമ്പയിൽ സമാപിച്ചു. മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C. ഫൈസി ഉദ്ഘാടനം ചെയ്തു. സ്നേഹലോകം പ്രവാചക പഠന ക്ലാസ് മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C. ഫൈസി ഉദ്ഘാടനം ചെയ്തു. KP ആസാദ് സഖാഫി അധ്യക്ഷത വഹിച്ചു. പരിപാടിക്ക് മുന്നോടിയായി പെരുമ്പ മഖാം സിയാറത്തിന് നൂർ മുഹമ്മദ് മിസ്ബാഹി, സുബൈർ പെരുമ്പ, മുനീർ ഫാളിലി നേതൃത്വം നൽകി. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ ഫാസിൽ ഹാജി പതാക ഉയർത്തി. 39 യൂണിറ്റുകളിൽ നിന്നായി 250 പ്രതിനിധികൾ പങ്കെടുത്തു. സമസ്ത മുഷാവറ അംഗം മുഹമ്മദ് സഖാഫി ഉദ്ബോധനം നടത്തി. തിരുനബിയുടെ കർമ്മഭൂമിക എന്ന വിഷയത്തിൽ മുസ്തഫ P. എറൈക്കൽ, നബി സ്നേഹത്തിന്റെ മധുരം എന്ന വിഷയത്തിൽ ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ്, ഉസ്ബത്തുൽ ഹസന മുഹിയുദ്ദീൻ സ അതികൊട്ടൂക്കര, മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി, തുടർന്ന് പൂർണ്ണതയുടെ മനുഷ്യകാവ്യം അബ്ദുൽ കരീം മാസ്റ്റർ, മുഹമ്മദ് അലി സഖാഫി പള്ളിയാണ് സ്നേഹ സന്ദേശം, മുഹമ്മദ് അലി സഖാഫി വള്ളിയാടി എന്നിവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം SYS ജില്ലാ പ്രസിഡന്റ് റഫീഖ് അമാനി ഉദ്ഘാടനം ചെയ്തു. ഖാസിം മാസ്റ്റർ, ഇസ്മായിൽ കാങ്കുൽ, സുലൈമാൻ ഫാളിലി, ഫാറൂഖ് MTP, നൌഫൽ ഹാറുനി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാവിരുന്നും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ ജില്ലാ സമ്മേളനം മട്ടന്നൂർ മഹാദേവ ഹാളിൽ നടന്നു. മട്ടന്നൂർ നഗരസഭാ അധ്യക്ഷൻ N. ഷാജിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ ജില്ലാ സമ്മേളനം മട്ടന്നൂർ മഹാദേവ ഹാളിൽ നഗരസഭാ അധ്യക്ഷൻ N. ഷാജിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. AKSKയുടെ സംഘടനാ പാഠവത്തിന്റെ കീഴിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവരെയും അണിനിരത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. കാരണം ഓരോരുത്തരും ഓരോ സംഘടനയിൽ ചേരാൻ വേണ്ടി മെമ്പർഷിപ്പുമായി പോകുമ്പോൾ അവരവർ ആലോചിക്കുന്നത് ഈ സംഘടന കൊണ്ട് എനിക്ക് നേട്ടം, ഞാനിതിന്റെ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തുകൊണ്ട് എനിക്ക് എന്താണ് നേട്ടം എന്ന് ചിന്തിക്കുന്നവരാണ് ഓരോരുത്തരും. ഇതിനൊക്കെ പോയിട്ട് എന്താണ് കിട്ടാൻ സാധിക്കുക എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുമ്പോൾ അവരെ സംഘടനയിലേക്ക് അണിനിരത്താനുള്ള ഉത്തരവാദിത്തമാണ് സംഘടനാ നേതാക്കന്മാർക്കുള്ളത്. അണിനിരത്തുന്ന പ്രക്രിയ വളരെയധികം സാഹസമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. നിങ്ങൾ മെമ്പർഷിപ്പിന്റെ എണ്ണത്തെക്കുറിച്ചും വർദ്ധിപ്പിക്കേണ്ടതിനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ നിങ്ങളെ സമ്മേളനം ചർച്ച ചെയ്യും. അങ്ങനെ അണിനിരത്തപ്പെട്ടയാളെ ദൃഢീകരിക്കലാണ് രണ്ടാമത്തെ പ്രക്രിയ. ജില്ലാ പ്രസിഡന്റ് AP ശംഭു നമ്പൂതിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യോഗക്ഷേമ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി PN ദാമോദരൻ നമ്പൂതിരി, AKSKU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നീരജ് നമ്പൂതിരി, AKSKU സംസ്ഥാന ട്രഷറർ മധു മരങ്ങാട്, വൈസ് പ്രസിഡന്റ് ഷാജി നമ്പൂതിരി, തന്ത്രി സമാജം പ്രതിനിധി പൊടിയൂർ ജയറാം നമ്പൂതിരി, തന്ത്രി മണ്ഡലം രക്ഷാധികാരിയും മുൻ ശബരിമല മേൽശാന്തിയുമായ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി, പുഷ്പക ബ്രാഹ്മണ സമാജം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KT രാജൻ മോളോളം, കരിമ്പന രഘു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. തിടമ്പ് നൃത്ത കലാകാരൻ വട്ടക്കുന്നം ഹരികൃഷ്ണൻ നമ്പൂതിരിയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഇരിട്ടി വനിതാവേദിയുടെ തിരുവാതിരകളിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.